സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക, SC/STക്കാർക്കായിട്ട് ഒരു വൻ സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, നിങ്ങൾക്ക് DYSPയുടെ ചുമതല ലഭിക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിനി തസ്തിക വരാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഇതിങ്ങനെ വിളിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ യോഗ്യത ബിരുദം ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/9/2025 എന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുക. വരുന്ന മാസം 10-ാം തീയതി വരെ നിങ്ങൾക്കിത് അയക്കാൻ പറ്റും. കാറ്റഗറി നമ്പർ വരുന്നത്, ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് വൈഡിൽ നോക്കിയാലേ പറ്റുള്ളൂ. അതായത് സ്റ്റേറ്റ് വൈഡ് SR എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ കയറി നോക്കുമ്പം 265/2025 എന്ന് പറയുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന തസ്തിക കാണാൻ കഴിയും. DYSP തസ്തികയാണ്. സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി തന്നെ 63,700 രൂപയാണ്. 1,23,700 വരെ ബേസിക് ശമ്പളം ഈ തസ്തികയിൽ നിന്നുകൊണ്ട് നേടാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം പിന്നെ അടുത്ത പ്രൊമോഷൻ അങ്ങനെ കയറിപ്പോവും. ASP SP ലെവൽ വരെയൊക്കെ എത്താൻ പറ്റും. അപ്പോൾ വളരെ സാധ്യതയുള്ളൊരു പരീക്ഷ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഒഴിവുകളുടെ എണ്ണം ഇപ്പം നിലവിൽ കൊടുത്തേക്കുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ഒരെണ്ണവും പട്ടികവർഗത്തിൽ നിന്ന് ഒന്നുമാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവുകൾ ഇപ്പോൾ നിലവിലുള്ളതാണ്. വിജ്ഞാനപ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവിലേക്കും റാങ്ക് പട്ടിക പ്രാബല്യത്തിലിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഈ SC/STക്കാർക്കായിട്ട് കൂടുതൽ ഒഴിവുകളിലേക്കും വിജ്ഞാപനം തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് നിയമനം നടക്കുന്നതായിരിക്കും. ഇനി പട്ടികവർഗക്കാർക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനായി അറിയിക്കുന്ന ഒഴിവുകൾ നികത്തുന്നതിനായി പട്ടികവർഗക്കാരിൽ നിന്നുള്ള പ്രത്യേക വിജ്ഞാപനം റാങ്ക് ലിസ്റ്റ് നിലവിലില്ല എങ്കിൽ പ്രസ്തുത ഒഴിവുകളിലേക്കും ഈ വിജ്ഞാപന പ്രകാരം റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം ശുപാർശ ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം അറിയിക്കുന്ന ഒഴിവുകൾ പട്ടികവർഗക്കാർക്ക് മാത്രമുള്ള പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുക. അത് STക്കാർ ഇതിൽ എടുക്കാൻ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് വീണ്ടും പുതിയ വിജ്ഞാപനം വരുമെന്നാണ് പറയുന്നത്. നേരിട്ടുള്ള നിയമനം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ടാണ്. ഭിന്നശേഷിയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പ്രായപരിധി പറയുന്നത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1989-നും 1/1/2005-നും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സ് വരെ പോലീസിൽ അപ്ലൈ ചെയ്ത് ഒരു ഗസറ്റഡ് റാങ്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശാരീരിക യോഗ്യതകൾ ഒക്കെ പറയുന്നത്, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം വേണം. ശാരീരിക യോഗ്യതകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പുരുഷ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഉയരം മതി. ചെസ്റ്റ് അളവ് 81.5 സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം. വനിതാ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 155 ഉയരം വേണം. കണ്ണിന് ശരിയായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും പാടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പാടില്ല. പിന്നെ അതിൽ സാധാ 8 ഐറ്റമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ളത്. 5 എണ്ണം വിജയിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ 5 വർഷം തുടർച്ചയായിട്ട് പോലീസിൽ സേവനം അനുഷ്ഠിക്കണം എന്നൊരു ബോണ്ട് കൂടെ ജോയിനിങ് സമയത്ത് നിങ്ങൾ വയ്ക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം 1 ലക്ഷം രൂപ സർക്കാർ തീരുമാനിക്കുന്ന തുക കെട്ടിവയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു അവസരമായിട്ട് കണക്കിലാക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ഒരു തസ്തികയിൽ അപേക്ഷിക്കാൻ യോഗ്യതയായിട്ടുള്ള ജാതിയിലുള്ള കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഒരു ഉയർന്ന അവസരമാണ്. ഡയറക്റ്റ് DYSP ഒന്നും ഒരിക്കലും ഒരാൾക്ക് ആവാൻ പറ്റത്തില്ല. അതൊരു അവസരം വന്നിരിക്കുന്ന ആൾക്കാർ അത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് കിട്ടുന്ന ഒരു സാധ്യതയാണ്. താങ്ക് യു. മറ്റൊരു അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വച്ചേക്കുക. താങ്ക് യു.